Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തിടാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്ക് ഐറ്റം ആട്ടോ, വെജിറ്റബിൾ ഫ്രാങ്കി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്കൊരു മാവ് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/4 കപ്പ് മൈദയാണ്, 1/4 കപ്പ് ഗോതമ്പ് പൊടി. മൈദയും ഗോതമ്പ് പൊടിയും ഈക്വൽ ആയിരിക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ്. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. കുഴക്കുന്നതിന് മുന്നേ ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക രണ്ടും കൂടെ. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ആക്കിയെടുക്കുക. ഇത് നമ്മൾ കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടിപ്പോകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മൈദ തന്നെ ചേർത്തിട്ട് കുഴച്ചെടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ മയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അത് മാവ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കയ്യിലിങ്ങനെ എടുത്താൽ മതി. പുറമേ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ തേക്കുമ്പോഴത്തേക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി ഇതൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കുക. ഇനി ഇതിനൊരു മസാല ഉണ്ടാക്കണം, ഫ്രങ്കി മസാല. അതിന് ഞാൻ എടുത്തേക്കുന്നത് 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയാണ്, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മാറ്റി വെക്കാം. നമുക്ക് ഈ മാവ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ എണ്ണ തേച്ചിട്ട് കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്ക് മാവ് നല്ലപോലെ സോഫ്റ്റ് ആകും. ഇത് നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ വേണം പരത്താനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തേക്കുന്നതുകൊണ്ട് നമുക്ക് പരത്താൻ എളുപ്പമുണ്ടാവും കേട്ടോ. മൈദ തന്നെയാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. അത്രയും മാവ് വെച്ചിട്ട് ഞാൻ 4 ബോൾസായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കണം. നല്ലപോലെ കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇത് പരത്തുമ്പോൾ ഈ മാവ് ഒന്ന് പൊടിയിൽ മുക്കി വേണം പരത്താനായിട്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഗോതമ്പ് പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മുക്കിയിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ റൗണ്ടായിട്ട് പരത്തെടുക്കാം. നല്ല കനം കുറവായിരിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ പൊടിയിൽ മുക്കിയിട്ടൊന്ന് പരത്തിയെടുത്ത് വെച്ചാൽ മതി. ഇത് കണക്കെ വേണം, ഒട്ടും കട്ടിയില്ലാണ്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം. ഇതിനായിട്ടൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തി വെച്ചേക്കണം ഈ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് മൂത്ത് പോകണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വെച്ചാൽ മാത്രം മതി. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതായി കഴിയുമ്പോൾ തന്നെ തിരിച്ചെടുക്കിട്ട് ഇതാണൊക്കെ ഇത്രയും മതി. നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കി 3 കൂടെ ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആകണ്ട, പിന്നീടാണ് നമ്മളിതിന് ഒന്നും കൂടെ ചുട്ടെടുക്കുന്നത്. ഇത് മാറ്റാം. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനെ ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞു. 8 വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് അതും പൊടിയായിട്ട് അരിഞ്ഞത്, മല്ലിയില. ഇനി വേണ്ടത് ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, സവാള. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നല്ല നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. ഒട്ടും കനം പാടില്ല. അപ്പോൾ നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം. ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. 1.5 ടേബിൾ സ്പൂണാണ് ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം, പച്ചമുളക്, സവാള. സവാള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടാൽ മതി.
സവാള ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1 നുള്ള് ഗരം മസാല. പൊടി ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രേങ്കി മസാല അത് 1/2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചാറ്റ് മസാലയ്ക്കകത്ത് ഉപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ്. അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വീണ്ടും ആ തവ ചൂടാക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ നല്ലതായിട്ട് മൊരിയിച്ചെടുക്കണത്. ഒരു തിരിച്ച് മറിച്ചിടും. ഇത് കണക്കാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ലതായിട്ട് മുരിങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് നേരം തവയിൽ വെച്ചിട്ട് ചുട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പപ്പടം കണക്കായി പോകും, നമ്മൾ പൊടിഞ്ഞു പോകും. ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ റോൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു പരുവത്തിനാണ് നമുക്കത് വേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ടൊമാറ്റോ കേച്ചപ്പ് ഇടുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് എല്ലായിടത്തും ഒന്ന് പറ്റി കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് സോസ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നമുക്ക് മയണൈസോ അല്ലെങ്കിൽ ഗാർലിക് സോസ്, അമൂസ്, അങ്ങനെ എന്ത് സോസ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനത് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, കുറച്ച് സവാള, അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രങ്കി മസാലയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യമേ ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, എന്നാലും ഈ ഒരു സവാളയ്ക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു റോളാക്കി എടുക്കാം. റോളാക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല ടൈറ്റായിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്, ടൈറ്റായിട്ട് വേണം റോൾ ചെയ്തെടുക്കാനായിട്ട്. ഇത് കണക്കെ. ഇനി ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ അകത്തോട്ട് വെച്ചിട്ട്, അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്യാം. ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഇത് കണക്കെ ഇതുപോലെ എല്ലാം ഞാൻ റോൾ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഫ്രങ്കി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം, അതുപോലെ മുട്ട ചേർത്തിട്ടും ഒക്കെ ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ രീതിയിലാണ് ഈ ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാകും. നല്ലൊരു എന്താ പറയുക, ഒരു ഷവർമ പോലെയൊക്കെയല്ലേ ഇരിക്കുന്നത് കാണാനായിട്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്